السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا. قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا. قال ما مكني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما. آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا. فما استطاعوا أن يظهروه وما استطاعوا له نقبا. 92 ആയത്തുകൾ കഴിഞ്ഞ അവസരത്തിൽ നമ്മൾ വിശദീകരിച്ചു. മഹാനായ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു ആഗോളതലത്തിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പടയോട്ടം, വിജയഭേരി മുഴക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ജൈത്ര യാത്രകൾ, ലോകത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആദ്യം പോവുകയും ആ ഭാഗത്തെത്തുന്നതുവരെയുള്ള രാജ്യങ്ങളെല്ലാം കീഴ്പ്പെടുത്തുകയും ആ രാജ്യനിവാസികളോടെല്ലാം ഉന്നതവും ഉദാത്തവുമായ സ്വഭാവത്തിൽ ഇടപെടുകയും ചെയ്ത് പടിഞ്ഞാറ് ഭാഗത്ത് കാണാൻ സാധിച്ച പ്രത്യേക ജനത, അവിടെയുണ്ടായ സംഭവങ്ങൾ, വീണ്ടും സുമ്മ അത്ബഅ സബബ, മറ്റൊരു വഴിയിലേക്ക് അദ്ദേഹം തൻ്റെ യാത്ര തുടർന്നു. അങ്ങനെ കിഴക്ക് ഭാഗത്തോളം എത്തി. സൂര്യോദയത്തിൻ്റെ സ്ഥാനം, അവിടെ കണ്ട ജനത, പ്രത്യേകത. അവിടൊന്നും യാത്ര മതിയാക്കിയില്ല. സുമ്മ അത്ബഅ സബബ, പിന്നെയും അദ്ദേഹം മറ്റൊരു വഴിയിലേക്ക് പ്രവേശിച്ചു, യാത്ര തുടർന്നു. അത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടും പോയി, പിന്നെ മറ്റു ഭാഗത്തേക്ക്, പിന്നെ തെക്ക് ഭാഗത്തേക്കാവാം അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള യാത്ര തുടർന്നത്. അങ്ങനെ ആ യാത്ര ഹത്താ ഇദാ ബലഗ, എത്തിച്ചേർന്നപ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ 2 തവണ നമുക്ക് ഇത് വന്നു, ഹത്താ ഇദാ ബലഗ എന്ന പ്രയോഗം. അങ്ങനെ എത്തിച്ചേർന്നപ്പോൾ, അദ്ദേഹം എത്തിച്ചേർന്നപ്പോൾ, ബൈന സദ്ദൈനി, 2 മലകൾക്കിടയിൽ, 2 കെട്ടുകൾക്കിടയിൽ. സദ് എന്ന് പറഞ്ഞാൽ ചെങ്കുത്തായ നല്ല കെട്ടുകളാണ്, മലകളാണ്. സദ് ഒരു കെട്ട്, സദ്ദൈനി 2 കെട്ടുകൾ, അഥവാ 2 ഒമ്പിച്ച പർവ്വത നിരകളാണ്. 2 പർവ്വത നിരകൾക്കിടയിലേക്കാണ് അദ്ദേഹം, പർവ്വത നിരകളുള്ള ഇടങ്ങളിലേക്കാണ് അദ്ദേഹം എത്തിയത്. ഇപ്പം സദ്ദൈനി എന്ന് പറഞ്ഞാൽ കെട്ട്, മല, പർവ്വതം, നല്ല ഉയർന്ന മലകൾ. വജദ, അദ്ദേഹം കണ്ടെത്തി, മിൻ ദൂനിഹിമാ, അവക്കിപ്പുറത്ത്, അവയുടെ ഇപ്പുറത്ത് അദ്ദേഹം കണ്ടെത്തി.
ആ രണ്ട് പർവ്വതങ്ങളുടെയും ഇപ്പുറത്ത് അദ്ദേഹം കണ്ടെത്തി. വജദ മിൻ ദൂനിഹിമാ, വജദ മിൻ ദൂനിഹിമാ. ആരെ കണ്ടെത്തി? ഖൗമൻ, ഖൗമൻ ഒരു ജനതയെ. വജദ മിൻ ദൂനിഹിമാ ഖൗമൻ, അദ്ദേഹം ഒരു ജനതയെ കണ്ടെത്തി. ആ ജനതയുടെയും പ്രത്യേകത എന്താണ്? ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ, ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ. യഫ്ഖഹൂന എന്ന് പറഞ്ഞാൽ അവർ ഗ്രഹിക്കുക. ലാ യകാദൂന യഫ്ഖഹൂന എന്ന് പറഞ്ഞാൽ അവരൊന്നും ഗ്രഹിക്കാത്തൊരു ജനതയാണ്. ഖൗലൻ, യാതൊരു വാക്കും. ലാ യകാദൂന യഫ്ഖഹൂന, വളരെ കുറച്ചേ അവർക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ എന്നാണ് ലാ യകാദൂനയുടെ പ്രയോഗം. ലാ യഫ്ഖഹൂന എന്ന് പറഞ്ഞാലോ ഗ്രഹിക്കുക, മനസ്സിലാക്കുക. ലഅല്ലഹും യഫ്ഖഹൂൻ എന്നൊക്കെ ഖുർആനിലുണ്ടല്ലോ. ഗ്രഹിച്ചേക്കാം, ഗ്രഹിക്കുക എന്നുള്ളതാണല്ലോ ഫിഖ്ഹ് എന്നൊക്കെ. ഫഖീഹ് ഗ്രഹിച്ചയാള്, കർമ്മശാസ്ത്ര പണ്ഡിതൻ അല്ലെങ്കിൽ പണ്ഡിതൻ എന്നുള്ളതിനൊക്കെ എന്ന് പറയും ഫഖീഹ്. ഇതിൻ്റെ ബഹുവചനമായിട്ട് പറയുന്നത് ഫുഖഹാ, ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്നൊക്കെ ഭാഷയിൽ പ്രയോഗിക്കും. ലാ യകാദൂന, ആ ജനത, അദ്ദേഹം കണ്ടെത്തിയ ആ ജനത രണ്ട് മലകൾക്കിപ്പുറത്തായി, രണ്ട് മലകളുള്ള പ്രദേശത്തേക്കാണല്ലോ അദ്ദേഹം എത്തിയത്. രണ്ട് മലകൾ ഇങ്ങനെ ചെങ്കുത്തായ രണ്ട് മലകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന അവിടേക്കാണ് അദ്ദേഹം എത്തുന്നത്. അങ്ങനെ എത്തിയപ്പോൾ വജദ, അദ്ദേഹം കണ്ടെത്തി, മിൻ ദൂനിഹിമ, ആ രണ്ട് പർവ്വതങ്ങളുടെയും ഇപ്പുറത്തായി ഖൗമൻ ഒരു ജനതയെ. ആ ജനതയുടെ പ്രത്യേകത ലാ യകാദൂന യഫ്ഖഹൂന, അവർ ഒന്നും ഗ്രഹിക്കുന്ന ആളുകളല്ല. ഖൗലൻ, എന്ത് വാക്ക് അവരോട് അങ്ങോട്ട് പറഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാവൂല. അങ്ങനത്തെ ഒരു ജനതയാണ്. തികച്ചും അവർ ഒരു കാടന്മാർ പോലെയുള്ള ഒരു കൂട്ടർ തന്നെയാണ്. അവർക്ക് നാട് വിട്ടു പോകാത്തത് കൊണ്ട് അവർക്ക് അവരുടെ ഭാഷ ഇല്ലാത്തതൊന്നും അറിയൂല. അതുകൊണ്ട് അവരോട് അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ കാര്യമായി അവർക്കത് മനസ്സിലാവില്ല, അവരിങ്ങോട്ട് പറയുന്നതും മനസ്സിലാവില്ല. എങ്കിൽ പിന്നെ എങ്ങനെ ആശയ സംവേദനം അല്ലെങ്കിൽ നടത്തിയ ആര്? ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. അത് അള്ളാഹു നൽകിയ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബ. അദ്ദേഹത്തിന് പോകേണ്ട ഇടങ്ങളിലൊക്കെ ഏത് ഭാഷയാണെങ്കിലും അതൊക്കെ അദ്ദേഹത്തിനൊരു വഴങ്ങുന്ന നിലക്ക്, ഏതെല്ലാം ഭാഷകളുണ്ടോ ധാരാളം ഭാഷകൾ കൈകാര്യം ചെയ്യുവാനുള്ളൊരു മിടുക്ക് പോലും ആ മഹാനായ വ്യക്തിയിൽ, ഭരണാധികാരിയിൽ ഉണ്ടായിരുന്നു എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവർ പറഞ്ഞതൊക്കെ ഏകദേശം മനസ്സിലാക്കുന്നുണ്ട്. ഇദ്ദേഹം അവർക്ക് മനസ്സിലാകും വിധത്തിൽ, അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഇദ്ദേഹവും അവരോട് എന്തു പറയുന്നുണ്ട്? ഭാഷ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആ ജനതയുടെ അവസ്ഥ അതാണ്. അവർക്ക് അവരുടേതല്ലാത്ത ഒന്നും ഉണ്ടാറിയില്ല, അവരുടേതല്ലാത്ത ഒന്നും കേട്ടാൽ മനസ്സിലാവും ഇല്ല. എന്നാൽ ചെന്ന ആൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനത്തെ ഒരു പ്രത്യേകത നൽകപ്പെട്ടിരുന്നു മഹാനായ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവിന്. അപ്പൊ ആ ജനത അങ്ങനെയാണ്. ലാ യകാദൂന യഫ്ഖഹൂന, യഫ്ഖഹൂന അവർ ഗ്രഹിക്കുന്നവരല്ല. ഖൗലൻ ഒരു വാക്കും. അവിടെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, എന്താ അങ്ങനെ ഗ്രഹിക്കുന്നവരല്ല എന്ന് പറയാൻ കാരണം? ഐ ലിസ്തിഇജാമി കലാമിഹിം വബുഅദിഹിം അനിന്നാസ്, അവരുടെ ഭാഷ തികച്ചും മറ്റൊരു ഭാഷയാണ്. അവരുടെ ലാംഗ്വേജ് വളരെ വ്യത്യാസമാണ്. വബുഅദിഹിം അനിന്നാസ്, ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് വളരെയേറെ ഒരു കാടൻ ജീവിതം നയിക്കുന്ന നമ്മുടെ നാട്ടിലെ ആദിവാസികൾ എന്നൊക്കെ പറയൂലേ, അവർ നാട്ടിലേക്ക് ഇറങ്ങൂലേ? ഇപ്പൊക്കെ ഇറങ്ങുന്നുണ്ട്, പണ്ട് അങ്ങനെയല്ലല്ലോ. അവരുടെ അങ്ങോട്ടും പോകില്ല, അവിടുന്ന് ഇങ്ങോട്ടുമില്ല. ആ നിലക്ക് ജനങ്ങളിൽ നിന്ന് വളരെ, ജനവാസ മേഖലയിൽ നിന്ന് വളരെ ദൂരെ, ഇവർ മറ്റു ജനങ്ങളിൽ നിന്ന് മാറി ദൂരെ താമസിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ഭാഷാ പ്രോബ്ലം നല്ല ഉണ്ട്, അതുകൊണ്ടൊന്നും മനസ്സിലാവൂല. എന്നാലും ഇനിയിപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഇതിഞ്ഞ് ദുൽഖർനൈന് മനസ്സിലാവണമല്ലോ, അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനം ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായതെന്തോ അതൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആയുധങ്ങളുണ്ട്, പട്ടാളമുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യമുണ്ട്, നല്ല ശേഷിയുണ്ട്, രാജ്യത്തിൻ്റെ മാപ്പുണ്ട്. ഗൂഗിൾ മാപ്പൊന്നുമല്ല, അത് പടച്ചോൻ നിശ്ചയിച്ചു കൊടുത്ത കൃത്യമായ റൂട്ടുണ്ട്. അതിലൊക്കെ ആളുകൾ ഓരോ സമൂഹത്തിൻ്റെയും സംസ്കാരങ്ങൾ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്, അവരുമായി സംവദിക്കാനാകുന്നുണ്ട്, അവരുടെയൊക്കെ ഭാഷകൾ അദ്ദേഹത്തിന് ഗ്രാഹ്യമാകുന്നുണ്ട്. തുടങ്ങിയിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന് വാതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബ, ആ യാത്രയ്ക്കും യാത്രയ്ക്ക് ആവശ്യമായ ജൈത്രയാത്രക്കും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായത് എന്തൊക്കെയുണ്ടോ അതൊക്കെ അദ്ദേഹത്തിന് അള്ളാഹു എന്ത് ചെയ്തിരുന്നു? നൽകിയിരുന്നു എന്നാണ്. അപ്പോൾ ആ നിലക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ,
അപ്പോൾ അത് നമ്മളുടെ മനസ്സിലുണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് സംശയം ഉണ്ടാകും, ഒന്നും പറഞ്ഞാണ്ട് കാര്യമായി മനസ്സിലാകാത്തവരോട് എങ്ങനെ പിന്നെ ദുൽഖർനൈൻ ഇത്ര ലളിതമായി കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചത് എന്ന്. അത് ഗ്രാഹ്യമാകും വിധത്തിൽ അത് സംവദിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ആ ജനങ്ങൾ ഇദ്ദേഹത്തെ കണ്ട മാത്രയിൽ തന്നെ അവർക്ക് വല്ലാത്തൊരാശ്വാസം. കാരണം അവരാകെ ഇടങ്ങേറായിരിക്കുകയാണ് ആ നാട്ടുകാരെന്ന് പറയുന്നത്. അവരുടെ ആ 2 പർവ്വതങ്ങളും വലിയ പർവ്വതങ്ങളാണ്. 2 പർവ്വതങ്ങളുടെയും അപ്പുറത്ത് നിന്ന് ചില ഊടുവഴികളിലൂടെ, ചില കുറുക്കു വഴികളിലൂടെ, മലമ്പാതകളിലൂടെയൊക്കെ ഒരു ടീം അവരെ ഇടക്കിടക്ക് വരുന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ കുട്ടികളെയും അവരുടെ മക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, കൊള്ളയടിക്കുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട്, കൊലപാതകം നടത്തുന്നുണ്ട്, ദേഹോപദ്രവം പല വിധത്തിൽ ഏൽപ്പിക്കുന്നുണ്ട്, പല തലക്കുള്ള പീഡനങ്ങൾ നടത്തുന്ന വളരെ മോശപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ആക്രമണങ്ങളിൽ മനം നൊന്ത് മനസ്സ് വല്ലാതെ മരവിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു ജനതയാണ്. ആ സമയത്താണ് ദാഹിച്ചിരിക്കുമ്പോൾ വെള്ളം കാണുമ്പോൾ പോലെ ഇങ്ങനത്തെ ഒരു നല്ല മനുഷ്യൻ അവിടേക്ക് കയറി വരുന്നത് അവർ കാണുന്നത്. അങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇദ്ദേഹം നല്ലൊരു മാന്യനായ മനുഷ്യനാണ്. വളരെയേറെ ആകർഷണീയമായ സംഭാഷണം, ആളുകളുമായിട്ട് വളരെയേറെ നല്ല പെരുമാറ്റം, പട്ടാളവും അങ്ങനെ തന്നെ. അവരൊക്കെ കണ്ടപ്പോൾ അവർക്ക് പേടി, വല്ലാത്തൊരു മനസ്സിൻ്റെ പേടി തീർന്നു. ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്നവരല്ല, ഇവർ സംരക്ഷകരാണെന്ന് തോന്നിയിരിക്കണം. അതുകൊണ്ട് തന്നെ അവർ വളരെ പ്രതീക്ഷയോടെ ആ ക്യാപ്റ്റനോട്, അഥവാ ക്യാപ്റ്റൻ, ആ പട്ടാളത്തിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവാണ്. ആ ജനങ്ങൾ പറഞ്ഞു, ഖാലൂ, അവര് പറഞ്ഞു, യാ ദുൽഖർനൈൻ, ഹേ ദുൽഖർനൈൻ, യാ ദുൽഖർനൈൻ, ഹേ ദുൽഖർനൈനെ. അവരുടെ കേസ് പറയണം. ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദി ഫഹൽ നജ്അലു ലക ഖർജാ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ. ഇന്ന യഅജൂജ വമഅജൂജ, തീർച്ചയായും യഅജൂജും മഅജൂജും, യഅജൂജും മഅജൂജും. ഇന്ന യഅജൂജ വമഅജൂജ അതെന്താണെന്ന് വിശദമായി നമുക്ക് പഠിക്കാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. അവിടെ വെക്കുമ്പോൾ വിശദീകരിക്കാം. അപ്പം നമ്മളിങ്ങനെ ഏകദേശം ഒരു ചെറിയ ഒരു വിവരണം മാത്രം മനസ്സിലാക്കി പോവുക. ദുൽഖർനൈനെ യഅജൂജും മഅജൂജും 2 ആളെ പേരല്ല, 2 സമുദായങ്ങളുടെ പേരാണ്. ഉമ്മത്താനി എന്ന് ഏതാണ്ട് എല്ലാ മുഫസ്സിരീങ്ങളും പറയും. 2 സമൂഹങ്ങളാണ്, 2 സമൂഹങ്ങളാണ്. ഇപ്പം യഅജൂജ് സമൂഹം, മഅജൂജ് സമൂഹം, അങ്ങനെ 2 കൂട്ടം ആളുകൾ. മുഫ്സിദൂന, മുഫ്സിദൂന അവർ കുഴപ്പമുണ്ടാക്കുന്നവരാണ്. അഫ്സദ കുഴപ്പമുണ്ടാക്കി, ഫസാദ് ഉണ്ടാക്കി എന്നുള്ളതിന് എന്ത് പറയും? അഫ്സദ. അഫ്സദയുടെ മുദാരിഅ് യുഫ്സിദു. മുഫ്സിദ് കുഴപ്പക്കാരൻ, മുഫ്സിദൂന കുഴപ്പക്കാർ. ഫസാദ് കുഴപ്പം, കുഴപ്പത്തിന് എന്താ പറയാ? ഫസാദ്. മലയാളീകരിക്കപ്പെട്ട ഒരു പദമാണ്. കുഴപ്പം, ഫിത്തനയും ഫസാദ് ഉണ്ടാക്കല്ലടാ എന്ന് പറയും നമ്മുടെ ആളുകളോട്. വല്ലാത്തൊരു ഫിത്തനക്കാരനാണവൻ, എന്തൊരു ഫസാദാണ് അവൻ ഉണ്ടാക്കുന്നത്. നമ്മൾ മലയാളത്തിലെ പ്രയോഗങ്ങൾ പോലെ ആയിട്ടുണ്ട്. ഫസാദ് എന്ന് പറഞ്ഞാൽ എന്താ? കുഴപ്പം. അപ്പോൾ ഫസാദ് ഉണ്ടാക്കുന്നവനാണ് മുഫ്സിദ്. മുഫ്സിദൂന അവർ കുഴപ്പക്കാരാണ്. ഇവർ പറഞ്ഞ കംപ്ലൈൻ്റ് ആണ്, അവർ കുഴപ്പമുണ്ടാക്കുന്നവരാണ്. ഫിൽ അർദി ഭൂമിയിൽ, നാട്ടിൽ ഭയങ്കര കുഴപ്പമാണ് ഇവരുണ്ടാക്കുന്നത്. മുഫ്സിദൂന ഫിൽ അർദി. അതുകൊണ്ട് ഞങ്ങൾക്ക് താങ്കളോട് ഒരു അപേക്ഷ പറയാനുണ്ട്. ഫഹൽ നജ്അലു ലക ഖർജൻ, ഫഹൽ നജ്അലു ഞങ്ങൾ നിശ്ചയിച്ചു തരട്ടെയോ. ജഅല നിശ്ചയിച്ചു, യജ്അലു നജ്അലു, ഫഹൽ നജ്അലു ഞങ്ങൾ നിശ്ചയിച്ചു തരട്ടെയോ, ഞങ്ങൾ നിശ്ചയിച്ചു തരട്ടെയോ. ലക താങ്കൾക്ക്, ലക താങ്കൾക്ക്, ഖർജൻ, ഖർജൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖർജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ടാക്സ് അല്ലെങ്കിൽ കരം എന്നൊക്കെ പറയാം. ഒരു കൂലി, ഞങ്ങളൊരു കൂലി നിശ്ചയിച്ച് തരാം. ഖർജ് ശമ്പളം, ഖർജ് അങ്ങനെ പറയാം, നികുതിക്ക് പറയാം. നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുന്നതിന് പകരം പ്രത്യുപകാരമായിട്ട് ഞങ്ങൾ തരാമെന്നാണ് പറയുന്നത്. പരിസംഖ്യ, ധനസഹായം ഒക്കെ പറയുന്നത് ഏതന്നെയാണ്? ഖർജ്.
ഫഹൽ നജഅലു ലക ഖർജൻ, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ താങ്കൾക്ക് സാമ്പത്തികമായി ഞങ്ങളെ കൊണ്ടാകുന്ന ഒരു വരിസംഖ്യ അല്ലെങ്കിൽ ഒരു സഹായം അല്ലെങ്കിൽ ഒരു നികുതി ടാക്സ് ഞങ്ങൾ തരാം, എന്താ ഞങ്ങളുടെ ആവശ്യം എന്താ? അത് താങ്കൾക്ക് ഞങ്ങൾ വലിയൊരു പ്രതിഫലമൊക്കെ ഞങ്ങൾ തരാം ഞങ്ങളെ കൊണ്ടാകുന്ന നിലക്ക്. അലാ അൻ തജ്അല, താങ്കൾ ഉണ്ടാക്കി തരുവാൻ നിശ്ചയിച്ചു തരുവാൻ, ബൈനനാ ഞങ്ങളുടെയും വബൈനഹും അവരുടെയും ഇടയിൽ, ഞങ്ങൾക്കിടയിലും അവർക്കിടയിലും കൂടി നിങ്ങൾ ഉണ്ടാക്കിത്തരണം. എന്ത്? സദ്ദൻ, ഒരു മതിൽക്കെട്ട്. സദ്ദയിന് നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ സദ്ദൻ, ഒരു മതിൽക്കെട്ടുണ്ടാക്കി തരണം. എന്തിനാണ് ആ മതിൽക്കെട്ടുണ്ടാക്കാൻ ആവശ്യപ്പെടുന്നത്? അവരുടെ വരവിനെ തടുക്കണം. അവർ വരുന്നത് ഈ മലമ്പാതകൾ, ഈ രണ്ട് മലകൾക്കിടയിലൂടെ, ഏതോ ഒരു കുറുക്ക് വഴിയിലൂടെ. അവർ വലിയ ശക്തന്മാരാണ്. അവർ പതുക്കെ മലമ്പാതകളൊക്കെ താണ്ടി നുഴഞ്ഞു കയറി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് ഞങ്ങളാൽ ഒരു നിവൃത്തിയില്ല, ഞങ്ങൾക്ക് അവരെ തടയാനും പറ്റൂല, ഒന്നിനും കഴിവില്ല. അതുകൊണ്ട് നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ കഴിയുമെന്ന് തോന്നുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഒന്നും വേണ്ട, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങളുടെ പക്കലുള്ളതൊക്കെ നിങ്ങൾക്ക് തരും. ഞങ്ങൾ അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ കഴിയുന്നത്. എന്ത് വില കൊടുത്തും അവരുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്, ജീവൻ പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഞങ്ങൾ കൂലി തരാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവർ വരുന്ന ആ വഴിയൊക്കെ ഒന്ന് അടച്ച് ഭദ്രമാക്കുന്ന നിലക്ക് ഒരു മതിൽക്കെട്ട് എന്ത് ചെയ്യണം? പണിത് തരണം. ഇതാണ് ഈ ജനങ്ങളുടെ ആവശ്യം. അപ്പൊ മഹാനായ ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹു അതിന് കൊടുത്ത മറുപടി എന്താണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, മാ മക്കന്നി ഫീഹി റബ്ബി ഖൈർ, മാ മക്കന്നി ഫീഹി റബ്ബി, എൻ്റെ രക്ഷിതാവ് എനിക്ക് ഏതൊന്നിൽ സ്വാധീനം നൽകിയിട്ടുണ്ടോ. മാ ഒരു കാര്യം, മക്കന്നീ, മക്കനനീ എന്നർത്ഥം. മക്കന്നീ, എനിക്ക് സൗകര്യം സ്വാധീനം തന്നിട്ടുണ്ട്. ഫീഹി, ആ വിഷയത്തിൽ. റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് ഏതൊരു കാര്യത്തിൽ സ്വാധീനം നൽകിയിരിക്കുന്നുവോ, ഖൈറുൻ, അത് ഏറ്റവും നല്ലതാണ്. അത് നിങ്ങൾക്കൊന്നും തരാൻ പറ്റൂല. എനിക്ക് ഇന്ന് അതിനുള്ള പവറും കഴിവൊക്കെ എൻ്റെ റബ്ബ് തന്നിട്ടുണ്ട്. നിങ്ങളെ സഹായങ്ങളൊന്നും എനിക്ക് വേണ്ട. ആ നിലക്കുള്ള ധനസഹായം ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട. കാരണം എനിക്ക് എൻ്റെ റബ്ബ് തന്നത് തന്നെ, എനിക്ക് അധികാരം തന്നിട്ടുണ്ട്, സ്വാധീനമുണ്ട്, എൻ്റെ അടുത്ത് കാശുണ്ട്, അതൊക്കെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുക്കലുണ്ട്. അതെന്നെ എനിക്ക് ഖൈറുൻ, എൻ്റെ അടുത്ത് എമ്പാടും ഉണ്ട്. അതാണ് ഉത്തമം, അതെന്നെ ഏറ്റവും ഉത്തമമായതാണ്. അതായത് ഇന്നല്ലദീ അഅതാനി അല്ലാഹ് മിനൽ മുൽക്കി വത്തംകീനി ഖൈറുൻ ലീ മിനല്ലദീ തജ്മഊനഹു, നിങ്ങൾ ശേഖരിച്ച് തരാൻ ഉദ്ദേശിക്കുന്ന ആ ധനമുണ്ടല്ലോ, അതിനേക്കാളെല്ലാം ഉത്തമമായത് എൻ്റെ റബ്ബ് എനിക്ക് അധികാരമായിട്ടും മറ്റ് സ്വാധീനമായിട്ടും ഒക്കെ എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ നിലക്ക് അതൊന്നും എനിക്ക് ആവശ്യമില്ല. ഇതുപോലെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് ബിൽഖീസ് രാജ്ഞി പണം കൊടുത്തയച്ചൊരു ആദ്യം, വലിയ സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ. എന്തിന്? ഒന്ന് മയക്കാൻ, ഒന്ന് സോപ്പിട്ട് നോക്കാൻ, അറ്റാക്ക് ഇങ്ങോട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇങ്ങോട്ട് രാജ്യത്തേക്ക് കടന്നു കയറാതിരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ അവസരത്തിൽ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ പാരിതോഷികങ്ങളുമായി, വൻ പാരിതോഷികങ്ങളുമായി രാജ്ഞിയുടെ ദൂതന്മാർ വന്നപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി എന്തായിരുന്നു? ഖാല അതുമിദ്ദൂനനി ബിമാലിൻ, നിങ്ങൾ ധനം കൊണ്ട് എന്നെ സഹായിക്കാൻ വന്നിരിക്കുകയാണോ? ധനം നൽകിയിട്ട് എന്നെ വശത്താക്കാൻ നോക്കുകയാണോ? എന്നിട്ട് എന്താ അദ്ദേഹം പറഞ്ഞത്? അവിടെ പറഞ്ഞ വാചകവും ഇതോട് സമാനമാണ്. ഫമാ ആതാനി അല്ലാഹു ഖൈറും മിമ്മാ ആതാകും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൻ്റെ ഒക്കെ എത്രയോ ഖൈറായത് എനിക്ക് എൻ്റെ റബ്ബ് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഹദിയ എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം തോന്നുന്നുണ്ടാവും. എനിക്കതൊന്നും ഒന്നുമല്ല. എൻ്റെ ആസ്തിയും എൻ്റെ റബ്ബ് എനിക്ക് തന്നതും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ വലിയതാ വിചാരിച്ചിട്ട് കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ, അതൊന്നും എൻ്റെ കണ്ണിൽ അതൊന്നും ഒന്നുമല്ല. നിങ്ങൾക്കത് ഭയങ്കര, നിങ്ങൾക്കൊരു ഹദിയൊക്കെ കിട്ടിയാൽ പലപ്പോഴും നിങ്ങളതിലൊക്കെ വീണ പ്രകൃതം നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. പക്ഷേ സുലൈമാനെ അതിന് കിട്ടൂല എന്ന് ധൈര്യസമേതം പറഞ്ഞ മഹാനായ പ്രവാചകൻ. ഇവിടെ നോക്കൂ, ദുൽഖർനൈൻ ഭക്തനാണ്, പണ്ഡിതനാണ്, കഴിവുള്ള വ്യക്തിയാണ്, റബ്ബിൻ്റെ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. ആ നിലക്കുള്ള ഒരു നല്ല ഒരു സാലിഹായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു മാ മക്കന്നീ ഫീഹി, എനിക്ക് ഏതൊരു വിഷയത്തിൽ റബ്ബി എൻ്റെ രക്ഷിതാവ് സ്വാധീനവും സൗകര്യമൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടോ അതാണ് എനിക്ക് ഖൈർ, അത് ഖൈറാണ്.
അതാണ് ഏറ്റവും ഉത്തമമായത്. അതുകൊണ്ട് നിങ്ങൾ ധനമൊന്നും തരണ്ട, പൈസ ഒന്നും നിങ്ങൾ തരണ്ട. അദ്ദേഹം അവർക്ക് സൗജന്യമായിട്ട് ചെയ്തു കൊടുത്തോളാന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. അതെന്താണ്? ഫഅഈനൂനി, ആകയാൽ നിങ്ങൾ എന്നെ സഹായിക്കുവീൻ. അആന, സഹായിച്ചു. അഈനൂനി, നിങ്ങൾ എന്നെ സഹായിക്കുവീൻ. ബിഖുവ്വത്തിൻ, നിങ്ങളുടെ ശക്തി കൊണ്ട് സഹായിക്കുവീൻ. നിങ്ങളുടെ ശക്തിയാണ് എനിക്ക് വേണ്ടത്. ഞാൻ നിങ്ങളോട് പണം ചോദിക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ മാൻ പവർ എനിക്ക് ആവശ്യമുണ്ട്. മാൻ പവർ എനിക്ക് ആവശ്യമുണ്ട്, പണമൊന്നും വേണ്ട. അതാണ് അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടത്. ഫഅഈനൂനി, എങ്കിലും നിങ്ങൾ എന്നെ സഹായിക്കുവീൻ. ബിഖുവ്വത്തിൻ, ശക്തി കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുവീൻ. ശക്തി കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുവീൻ. എങ്കിൽ അജ്അൽ, ഞാൻ ഉണ്ടാക്കിത്തരും, ഞാൻ ഉണ്ടാക്കിക്കോളും. ബൈനക്കും, നിങ്ങൾക്കിടയിലും, വബൈനഹും, അവർക്കിടയിലും, റദ്മൻ, ശക്തമായ ഒരു കെട്ട്, ശക്തമായ ഭദ്രമായ ഒരു കെട്ട് ഞാൻ ഉണ്ടാക്കിത്തരാം. റദ്മ്, റദ്മ് കേവലം സദ്ദല്ല. റദ്മ്, സദ് എന്ന് പറയുമ്പോൾ മലന്തിട്ടകളാണ്, മലകളാണ്. അതിനേക്കാളെല്ലാം അതിൻ്റെയൊക്കെ നല്ല ഇരട്ടി ബലവത്തായതായിരിക്കും റദ്മ്. രണ്ട് പർവ്വതങ്ങൾ അവർക്ക് വരുന്ന എല്ലാ വഴിയും കെട്ട് അടക്കുന്ന നിലക്ക് ആണ് അതിൻ്റെ. മലകളൊക്കെ രണ്ട് മലയും കല്ലായിരിക്കും, പക്ഷേ ഇത് ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇരുമ്പും ചെമ്പൊക്കെ ഒരിക്കൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ റദ്മാണ്, കെട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരാം. പക്ഷെ അത് ഞാനോ എൻ്റെ കൂടെയുള്ള പട്ടാളക്കാരോ മാത്രം വിചാരിച്ച് നടക്കൂല. ഇന്നാട്ടുകാരായ നിങ്ങളുടെ മാൻ പവർ ആവശ്യമുണ്ട്. അപ്പം ഈ നാട്ടിൽ നിന്ന് കിട്ടുന്ന അതിന് വേണ്ട മെറ്റൽ കാര്യങ്ങൾ ഒക്കെ അതും ആവശ്യമുണ്ടാകും. അതേതൊക്കെയാണെങ്കിൽ അപ്പം ആ നിലക്കുള്ള സഹായമാണ് നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ടത്. ഇതാണ് ആരാവശ്യപ്പെടുന്നത്? ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു ആ നാട്ടുകാരുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് നൽകിയ മറുപടി അതാണ്. അങ്ങനെ എന്തു ചെയ്യുന്നു? ആതൂനി സുബറൽ ഹദീദ്. അപ്പം നിങ്ങളുടെ പവർ വേണം. ഇനി എനിക്ക് നിങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങൾ എന്താണ് കൊണ്ടുവന്ന് തരേണ്ടത്? ആതൂനി, നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരുവീൻ. എൻ്റെ അടുക്കൽ നിങ്ങൾ വരുവീൻ, കൊണ്ടുവന്ന് തരുവീൻ. എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ കൊണ്ടുവരൂ. എന്ത്? സുബറൽ ഹദീദി. സുബർ ജംഅ് സുബറത്ത്. സുബറത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സുബറുൻ. എന്താണ് ഏകവചനം? സുബറത്തുൻ. ഇതിൻ്റെ ബഹുവചനാണ് സുബറുൻ. സുബറൽ ഹദീദി, ഇരുമ്പ് കട്ടികൾ കൊണ്ടുവന്ന് തരണം. സുബർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുബറൽ ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കട്ടികൾ, ഇരുമ്പ് കട്ടികൾ കൊണ്ടുവന്ന് തരിക. ഹദീദ് എന്ന് പറഞ്ഞാൽ അയാണ് ഇരുമ്പ്. ഇരുമ്പിൻ്റെ കട്ടികൾ നിങ്ങൾ കൊണ്ടുവരുവീൻ. അപ്പം ഇരുമ്പ് ഇങ്ങനെ കഷ്ണമാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇരുമ്പ് കട്ടികൾ വഹിക്കാവുന്ന നിലക്ക് നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണം? കൊണ്ടുവന്ന് തരണം. അങ്ങനെ അവർ കൊണ്ടുവന്നിട്ടുണ്ടാവും. പിന്നെ അങ്ങനെയാണല്ലോ നമ്മളിങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഹത്താ ഇദാ സാവാ, അങ്ങനെ ഏതുവരെ? ഹത്താ ഇദാ സാവാ, സമമാക്കി തീർത്തപ്പോൾ. ഇരുമ്പ് കട്ടികൾ കൊണ്ടുവന്ന് ആ വരുന്ന വഴികളിലൊക്കെ അദ്ദേഹം അത് അടക്കുകയാണ്. അവരിങ്ങോട്ട് കടന്നു വരാൻ സാധ്യതയുള്ള രണ്ട് പർവ്വതനിരകൾക്കിടയിലുള്ള ആ പ്രദേശങ്ങളിൽ ഏതൊക്കെ ഭാഗങ്ങളിലൂടെ കടന്നു വരാൻ സാധ്യതകളുണ്ടോ ആ സാധ്യതകളുള്ള ഇടങ്ങളിലെല്ലാം ഇരുമ്പ് കട്ടികൾ കൊണ്ട് തൂർക്കുകയാണ്, നിറക്കുകയാണ്. രണ്ട് ഭാഗത്തും കൃത്യമാണല്ലോ. ഒരു ഭാഗം കെട്ടുമ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്ത് കെട്ടേണ്ടതില്ല. അവിടെ രണ്ട് മലകൾ, നല്ല ഉയർന്നു നിൽക്കുന്ന മലകൾ ഉണ്ട് താനും. പാപണി വേണ്ട. ഇതിൻ്റെ നടുക്കുള്ള ഭാഗങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടത്. അങ്ങനെ അവിടെയൊക്കെ നിറക്കുന്നത് എന്തുകൊണ്ടാ? ഇഷ്ടികയും കല്ലും കരിങ്കല്ലും ഒന്നുമല്ല, ഇരുമ്പാണ്. ഇരുമ്പ് കട്ടികൾ കൊണ്ടുവന്ന് നിറക്കുന്നു. അങ്ങനെ നിറച്ച് അതിങ്ങനെ ഹത്താ ഇദാ സാവാ ബൈന സ്വദഫൈനി. സ്വദഫ് എന്ന് പറഞ്ഞാൽ മലന്തിട്ടകൾ, പർവ്വതത്തിന്റെ തിണ്ണകൾ. രണ്ട് പർവ്വതങ്ങൾ രണ്ട് സൈഡിൽ ഇങ്ങനെ നിൽക്കല്ലേ, ആ പർവ്വതങ്ങൾക്കിടയിൽ, അതാണ് ബൈന സ്വദഫൈനി, രണ്ട് മലന്തിട്ടകൾക്കിടയിൽ. രണ്ട് മൗണ്ടൈൻസിൻ്റെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, അത് രണ്ടിൻ്റെ ഇടയിൽ അദ്ദേഹം അതെങ്ങനെ ഫില്ലാക്കി. സാവാന്ന് പറഞ്ഞാൽ അത് സമമാക്കി തീർത്തു.
അങ്ങനെ സമമാക്കി തീർത്തപ്പോൾ ഹത്താ ഇദാ സാവാ, സാവാ എന്ന് പറഞ്ഞാൽ എന്താ? സമമാക്കി. സവ്വാ, സമമാക്കി, ശരിയാക്കി. എവിടെയും കേട്ടിട്ടുണ്ടോ? സവ്വൂ സുഫൂഫക്കും, നിങ്ങളുടെ അണികൾ നിങ്ങൾ ശരിയാക്കുവീൻ. ഹത്താ ഇദാ സാവാ, സമമാക്കി തീർത്തപ്പോൾ ബൈന സ്വദഫൈനി, ആ രണ്ട് മലന്തിട്ടകൾക്കിടയിലുള്ള സ്ഥലം ഫില്ലാക്കി. അങ്ങനെ ഇരുമ്പ് കെട്ടികളോട് അങ്ങനെ നിരത്തി അങ്ങനെ ഒക്കെ ഫില്ലായി. ഇനിയിപ്പോൾ അതുകൊണ്ട് മാത്രമായില്ലല്ലോ. കാല, അദ്ദേഹം പറഞ്ഞു, ഫുഹു, ഇനി നിങ്ങൾ ഊതണം. നഫഖ എന്ന് പറഞ്ഞാൽ എന്താ? ഊതി. നമ്മളെ കേവലം ആ ഊത്തല്ലത്. പിന്നെന്താണ്? അന്ന് അവരുടെ കിട്ടാവുന്ന പണിയായുധങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെയാണോ ആ ഇരുമ്പ് ചൂടാക്കേണ്ടതെങ്കിൽ അങ്ങനെ ചൂടാക്കാനുള്ള ഊത്താണ് ആ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഫൂ എന്നൊരു ഊത്തൂതി എന്ന് പറയല്ല വന്നിട്ട് എല്ലാവരും കൂടി വന്നിട്ട് ഇങ്ങനെ ഊതിയിട്ടുണ്ടാവും. അതല്ല. അന്നുള്ള ആലാത്തുൽ ബിനാകളുണ്ട്, ഉപകരണങ്ങൾ, കൺസ്ട്രക്ഷൻസിന് അന്ന് കിട്ടാവുന്ന ഉപകരണങ്ങൾ ഉണ്ടാകും. ആ ഉപകരണങ്ങളിൽ പലതും ഉണ്ടാവും. ഇപ്പോൾ ചൂടാക്കാനുള്ള എന്താണോ, തീ കത്തിക്കാൻ എന്താണ് അവരുപയോഗപ്പെടുത്തണമെങ്കിൽ അതിലൂടെ കാറ്റടിക്ക്, അങ്ങനെ ഊതാനാണ് പറയുന്നത്. അങ്ങനെ ഊതി ഊതി ഊതിയിട്ട് അതെങ്ങനെ എന്ത് ചെയ്യണം? തീ ഇങ്ങനെ ആളിക്കത്തണം. അങ്ങനെ ആളിക്കത്തിയിട്ട് ആ ഇരുമ്പങ്ങനെ അങ്ങനെ 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 പഴുത്തിങ്ങനെ നല്ല ഇരുമ്പിൻ്റെ കളറൊക്കെ പോയിട്ട് എന്തിൻ്റെ നിറമാവണം? നല്ല തീയുടെ കളറാണ്, നല്ല ഗോൾഡ് കളറാണ്. കത്തി 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 പിന്നെ ഇരുമ്പാന്ന് തോന്നൂല. ഇങ്ങനെയല്ലേ അല്ലേ? നമ്മൾ ഇരുമ്പാണ് കത്തിച്ച് കത്തിച്ച് കത്തിച്ചാൻ കുഴപ്പിച്ചാൽ പിന്നെ ഇരുമ്പിൻ്റെ നിറ പിന്നെ കാണാ, പിന്നെന്താ കാണുക? തീക്കട്ടമായിട്ടുണ്ടാവും. പിന്നെ അതാണ് തണുക്കുമ്പോഴേ അതിൻ്റെ ഒറിജിനാലിറ്റി കൂടെ വരുള്ളൂ. അപ്പം ഇതിങ്ങനെ പഴുപ്പിച്ച് നിർത്തി. അതാണ് അപ്പം അവരതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. കണ്ട ഖുർആന്റെ ഒരു ശൈലി നോക്കൂ. അങ്ങനെ അവർ കൊണ്ടുവന്നു, അവർ ഊതി കത്തിച്ചു എന്നൊന്നും പറയില്ലല്ലോ. അങ്ങനെ പറയുന്നുണ്ടോ ഇവിടെ എവിടെയും? ഇല്ല. അതേമാതിരി ആത്തൂനി സുബറൽ ഹദീദ്, ഇരുമ്പ് കട്ടികൾ എനിക്ക് കൊണ്ടുവന്ന് തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് പോയി ശേഖരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നുണ്ടോ? ഇല്ല. അതൊക്കെ എന്താണ്? അണ്ടർസ്റ്റുഡ് ആണ്, അവിടെ മനസ്സിലാവും. ഒക്കെ നടന്നു, ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടൊരു വാക്കും പറയാതെ കൃത്യമായ അർത്ഥവത്തായ ഹക്കീമും അലീമുമായ റഹ്മാനായ റബ്ബിൻ്റെ അവതരണമാണ് വിശുദ്ധ ഖുർആൻ. അതിൻ്റെ ആ അവാച്യമായ അവർണ്ണനീയമായ ഭാഷാ ചാതുരി, അതിൻ്റെ കെട്ടും മട്ടും, അതിൻ്റെ പ്രയോഗങ്ങൾ, അതിൻ്റേതായ കൃത്യമായ ആ കോർത്തുവെക്കലുകൾ ഒരൊറ്റ ഗ്രന്ഥത്തിനും ഉണ്ടാകൂല. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ മുഅ്ജിസത്ത്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. വാക്യങ്ങളിൽ, വാചകങ്ങളിൽ, സംസാരങ്ങളിൽ വെച്ച് അത്യുന്നതമായ സംസാരമാണ് ഇത്, അള്ളാഹുവിൻ്റെ കലാമ്. അതിലൊന്നും ഉണ്ടാവില്ല കമ്മി, കൂട്ടേണ്ടതൊന്നും ഉണ്ടാവില്ല. ആവശ്യമുള്ളതൊക്കെ അതിലുണ്ടാവും, അടങ്ങിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും ജനങ്ങൾക്ക് ഗ്രാഹ്യമാകാതെ പോകുന്നുണ്ടോ അത് വിവരിക്കാൻ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅൻസൽനാ ഇലൈക ദിക്ർ, നബിയെ താങ്കൾക്കാണ് നാം ഈ ഉത്ബോധനം ഇറക്കി തന്നിട്ടുള്ളത്. എന്തിന്? ഇതങ്ങോട്ട് കൊടുത്ത് ജനങ്ങളോട് നിങ്ങളാണ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെയാണ് ജീവിച്ചോളി എന്ന് പറയലല്ല നബിയെ നിങ്ങളുടെ ഡ്യൂട്ടി. പിന്നെന്താ? ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് നീയാണ് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടത്, വിവരിച്ചു കൊടുക്കേണ്ടത്, ബയാൻ ചെയ്തു കൊടുക്കേണ്ടത്. മാനുസില ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്താണെന്ന്. അപ്പൊ ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട എന്ന് പറയുന്ന പഴച്ച കക്ഷികൾ ഇവിടെയാണ് തകർന്നു പോയത്. ഞങ്ങൾ ഖുർആൻ മാത്രമേ സ്വീകരിക്കുള്ളൂ, മറ്റതൊക്കെ ഹദീസാണ്, ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയുന്ന ഹദീസ് നിഷേധികൾക്ക് പറ്റിയ അബദ്ധം അവർക്ക് ഖുർആനും മനസ്സിലായില്ല എന്നതാണ്. കാരണം അള്ളാഹ് ഖുർആനിലാണ് പറഞ്ഞത്, ഈ ഖുർആൻ നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? വിശദീകരിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അള്ളാഹിന്റെ റസൂലിന്റെ വിശദീകരണം ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ അവൻ ഖുർആനിനെയും വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നവനാണ്? നിഷേധിക്കുന്നവനാണ്. ഈ പോയിന്റ് നിങ്ങൾ മറക്കരുത്. ഒരാൾ ഹദീസ് നിഷേധിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഹദീസുകളൊന്നും അംഗീകരിക്കൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ഏതും അംഗീകരിക്കുന്നില്ല, ഖുർആനും അംഗീകരിക്കുന്നില്ല, കാഫറാണെന്ന വിഷയത്തിൽ സംശയമില്ല. ഹദീസുകളൊന്നും ഞാൻ അംഗീകരിക്കൂല പറഞ്ഞാൽ പോയി കാര്യം. അപ്പൊ ഇവിടെ വിശുദ്ധ ഖുർആനിൻ്റെ ഈ അനിർവചനീയമായ, നമുക്ക് വിവരിക്കാനാവാത്ത നിലക്കുള്ള
ഈ ഇജാസ് അതിൻ്റെ ഭാഷയിലും പ്രയോഗത്തിലും ആശയത്തിലും ഘടനയിലും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ് സാന്ദർഭികമായി ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവരോട് ആവശ്യപ്പെട്ട പ്രകാരം അവർ ആ നിലക്കതങ്ങനെ പഴുപ്പിക്കുന്ന നിലക്കത് ഊതി 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 ആ ഇരുമ്പ് കട്ടികളൊക്കെ നല്ല രൂപത്തിൽ പഴുത്ത് അതിൻ്റേതായ തിളച്ച് ആ രൂപത്തിലാകുന്ന ഘട്ടം എത്തി. അങ്ങനെ ഹത്താ ഇദാ ജഅലഹു, അങ്ങനെ അതായിത്തീരുന്നത് വരെ, അതിനെ ആക്കി തീർക്കുന്നത് വരെ, നാറൻ നല്ല തീയാക്കി തീർക്കുന്നത് വരെ. കണ്ടോ, തീയായിട്ടങ്ങനെ അഗ്നിയായിട്ടങ്ങനെ ആളിക്കത്തുന്ന നിലക്കായപ്പോൾ, അതാണ് ഹത്താ ഇദാ ജഅലഹു നാറാ. ഹത്താ ഇദാ ജഅലഹു നാറാ. ഇവിടെ നാറ് എന്ന് പറഞ്ഞാൽ നരകന്നൊന്നും അല്ല കേട്ടോ. നാറെന്ന് പറഞ്ഞാൽ ഇവിടെ അഗ്നിയാണ്. അങ്ങനെ അത് അഗ്നിയായിട്ടങ്ങനെ ആളിക്കത്തുകയാണ്. ആ ഇരുമ്പ് തട്ടുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചതിലേക്ക് അങ്ങനെ പഴിപ്പിച്ചത് അങ്ങനെ പിന്നെ പഴിപ്പിക്കലാണ്ട് ഓവറായ പിന്നെ അതാണ് കത്തുമല്ലോ. അങ്ങനെ ആളിക്കത്തുന്ന അവസ്ഥ എത്തിയപ്പോൾ ഒന്നിനു മീതെ ഒന്നായി അങ്ങനെ അടുക്കി വെച്ച് ആ വിധത്തിലൊക്കെയുള്ള അദ്ദേഹം ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള അതിവിദഗ്ധമായ നിലക്കുള്ള എഞ്ചിനീയറിങ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. ഇത് എപ്രകാരമായിരിക്കണം, ഇനി ഇതിലേക്ക് ഇങ്ങോട്ട് ഒരാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത നിലക്ക് കയറിമറിയാൻ പറ്റരുത്, തുരന്നു വരാൻ പറ്റരുത്. അതിനൊക്കെയുള്ള സംവിധാനങ്ങളാണ് ആ ചെയ്തു കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഉയരം വേണ്ട വിധത്തിലുണ്ടായിരിക്കും. പിന്നെ തുളക്കാൻ പറ്റൂല, കാരണം അത് കല്ലും മരവും മറ്റു സാധനങ്ങളൊന്നും അല്ല, മെറ്റലാണ്. മെറ്റലിൽ തന്നെ ഏറ്റവും ഹാർഡായ അയണാണ്. ഇനി ആ വെറും അയൺ മാത്രമല്ല, അത് നല്ലോണം തീ കത്തിച്ച് പഴുപ്പിച്ച് ഇനി അതിൽ കൊടുന്ന് ഒഴിക്കാൻ പോണ സാധനം അതിലേറെ പവറുറ്റതാണ്. ഖാല, അങ്ങനെ അതൊക്കെ പാകമായി തീയായപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ഇനി എന്ത് ചെയ്യണം? ആ തൂനി, നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരണം. എന്ത്? കുറച്ചിപ്പുറത്തേക്ക് വായിക്കാം. ഉഫ്രിഖ് അലൈഹി, പിന്നെ ഞാൻ പറയാം ഖിത്തറൻ, ആ തൂനി ഖിത്തറൻ. പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. ആ തൂനി, നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നതായോ ഖിത്തറൻ, ചെമ്പ് ദ്രാവകം, ചെമ്പ് കൊണ്ടുവന്ന് തരൂ. അങ്ങനെ ചെമ്പ് ഉരുക്കിയത്, കോപ്പർ, ആ കൊണ്ടുവന്നവർക്ക് കൊടുക്കാൻ പറയുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഉഫ്രിഖ് അലൈഹി, അത് ഇതിന്മേലേക്ക് ഞാനത് ഒഴിക്കും. അപ്പൊ ഉരുക്കിയ ചെമ്പ് പോലെയുള്ള ഒരു ദ്രാവകം കൊണ്ടുവന്ന് തരൂ. അങ്ങനെ ഉഫ്രിഖ് അലൈഹി, ഞാൻ അതിന്മേൽ ഒഴിക്കാം, ഖിത്തറൻ, ആ ചെമ്പ് ദ്രാവകം. അപ്പൊ എന്തായി? വളരെ ഇനി ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. ആ നിലക്കുള്ള പവർഫുള്ളായ, വളരെ ശക്തമായ, തുരക്കാനാവാതെ, കയറിമറിയാനൊക്കാതെ ആ നിലക്കുള്ള ഭദ്രമായ ഒരു കെട്ടാണ് അദ്ദേഹം അവർക്ക് കെട്ടിക്കൊടുക്കുന്നത്. ആ തൂനി ഉഫ്രിഖ് അലൈഹി ഖിത്റാ. ഖിത്റാ എന്ന് പറഞ്ഞാൽ ചെമ്പ് ദ്രാവകം എന്നൊക്കെ നമുക്ക് പറയാം. ഉഫ്രിഖ് അലൈഹി ഖിത്റാ. പല പണ്ഡിതന്മാരും, ഇപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇമാം മുജാഹിദ് റഹിമഹുല്ലാ, ഇമാം ഇക്രിമ റഹിമഹുല്ലാ, ലഹാക്ക്, ഇമാം ഖതാദ, ഇമാം സുദ്ദി, ഇവരൊക്കെ അതിന് വ്യാഖ്യാനം നൽകിയത്, അർത്ഥം നൽകിയത് ഹുവൻ നുഹാസ് എന്നാണ്. നുഹാസ് എന്ന് പറഞ്ഞാൽ കോപ്പറാണ്, ചെമ്പ്. അപ്പം ആ നിലയ്ക്ക് അദ്ദേഹം അവർക്ക് ഭദ്രമായ നിലയ്ക്ക് ഒരു കെട്ടിക്കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ പ്രത്യേകത എന്താ പറയുന്നത്? ഫമസ്താഉ, അവർക്ക് സാധ്യമായില്ല എന്ന് പറഞ്ഞാൽ യജൂജ് മൗജൂജിനെ അവർക്ക് സാധ്യമായില്ല. അയ്യൽഹറൂഹു, അതിൻ്റെ മേലെ കയറി മറിയാൻ. അയ്യൽഹറൂഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ കയറി മറിയാൻ അവർക്ക് സാധ്യമായില്ല. ലഹറ യൽഹറു, അയ്യൽഹറൂഹു, അതിന്മേൽ കൂടിയാണ് പുറത്തു കൂടി ലാഹിറായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ കയറി മറിയാനേ സാധിക്കൂല. തീർന്നില്ല. വമസ്തതാഉ ലഹു നഖ്ബാ, വമസ്തതാഉ, അവർക്ക് സാധ്യമായതുമില്ല, അവർക്ക് സാധിക്കുന്നതുമല്ല. ലഹു, അതിനെ, നഖ്ബൻ, തുളയ്ക്കാൻ. അത് തുളഞ്ഞ് അതിങ്ങനെ ഏതെങ്കിലും നിലക്ക് തുരന്നിട്ട് ഇങ്ങോട്ട് വരാനും, ഇത് തുരന്നു വരാനും കഴിയില്ല, കയറി മറിയാനും നല്ല ഉയരവും നല്ല ഭദ്രതയുണ്ട്. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാനായ വ്യക്തിത്വത്തിലൂടെ ആ നാട്ടുകാർക്ക് നല്ല സുരക്ഷിതമായ ഒരു കെട്ടിക്കൊടുക്കുകയാണ്. നഖ്ബ് എന്ന് പറഞ്ഞപ്പോൾ എന്താ അർത്ഥം? തുരയ്ക്കാൻ, തുരന്നിട്ട് വരിക, അതാണ് നഖ്ബ്. അപ്പം ഈ നിർമ്മാണമൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ, ഈ നിർമ്മാണമൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മഹാനായ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു വിനയം പറയാണ്. ഇത്ര ഭദ്രമായ നിലക്ക് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പണിത് തന്നു,
ഇതൊന്നും എൻ്റെ പവറൊന്നുമല്ല, ഇതൊന്നും എൻ്റെ കഴിവും ശക്തിയൊന്നുമല്ല. ഖാല ഹദാ റഹ്മത്തും മിർ റബ്ബീ, അദ്ദേഹം പറഞ്ഞു, ഹദാ, ഇത്, ഈ ചെയ്ത കാര്യങ്ങളൊക്കെ റഹ്മത്തും മിർ റബ്ബീ, എൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യം ഒന്ന് മാത്രമാണ്, എൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹം ഒന്ന് മാത്രമാണ്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം ആ വിനയമാണ് പ്രകടിപ്പിക്കുന്നത്. ഇത് ഞാൻ പങ്കൊക്കെ ചെയ്തു തന്നില്ലേ, ഇപ്പം അങ്ങനെയല്ലേ എങ്ങനെയല്ലേ എന്നുള്ള ആ ഒരു അഹങ്കാരത്തിൻ്റെ വാക്കൊന്നുമില്ല. ചെയ്തു കൊടുത്തു, ഞാൻ ചെയ്തു തരേണ്ട ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് സഹായിക്കേണ്ട ഒരു കടമ എനിക്കുണ്ട്, അത് ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതെൻ്റെ പവറൊന്നുമല്ല, എൻ്റെ റബ്ബ് ചെയ്തു തരുന്ന റഹ്മത്തിലൂടെയാണ് ഇതൊക്കെ നടന്നത്. ഖാല ഹാദാ റഹ്മത്തുൻ, ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഇതെൻ്റെ റബ്ബിൽ നിന്നുള്ള റഹ്മത്താണ്. ഈ റഹ്മത്തെ, കാരുണ്യം മുഖേനയാണ് ഞാനിത് നിങ്ങൾക്കൊക്കെ ചെയ്തു തന്നത്. എന്നാലാകുന്ന വിധത്തിലൊക്കെ ഞാനത് ഭദ്രമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലാകുന്ന നിലക്ക് നിങ്ങൾക്ക് ഹെൽപ്പാകുന്ന വിധത്തിൽ വേണ്ടയെല്ലാ പ്രൊട്ടക്ഷനും ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു കാലത്തും ഇനി തകരില്ലെന്നോ തകർക്കപ്പെടുകയില്ലെന്നോ ഒന്നും എനിക്ക് ഗ്യാരണ്ടി പറയാനാവില്ല. അതെൻ്റെ കയ്യിലല്ല. ഇപ്പോഴത്തെ ഒരവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇനി ഫഇദാ ജാഅ, വന്നെത്തിയാൽ, ഫഇദാ ജാഅ, വന്നെത്തിയാൽ, വഅദു റബ്ബീ, എൻ്റെ രക്ഷിതാവിൻ്റെ വാഗ്ദത്തം വന്നെത്തിയാൽ, ഇത് പൊട്ടിക്കണ ഒരു സമയം എൻ്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയം അങ്ങെത്തിയാൽ അതിനുള്ള ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഏത് പവർഫുള്ളായതും തകരുന്നൊരു ദിവസം വരുന്നുണ്ട്. ഓരോന്നിനും ഓരോ എക്സ്പയറി ഡേറ്റ് അവ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ള നിശ്ചയിച്ചൊരു സമയമുണ്ട്. ആ സമയം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ജഅലഹു, അതിനെ എൻ്റെ റബ്ബ് ആക്കുന്നതാണ്, ദക്കാ, തകർന്നതായി മാറ്റും. അപ്പൊ അതാണ് തകരും. ദക്കാ, അതങ്ങട്ട് തകരും. അല്ലാഹു നിശ്ചയിച്ച ആ സമയത്ത് അത് തകരും. വകാന വഅദു റബ്ബീ ഹഖ്ഖാ, വകാന വഅദു റബ്ബീ, എൻ്റെ രക്ഷിതാവിൻ്റെ വാഗ്ദത്തം ഹഖ്ഖാ, അത് സത്യമാണ്. അല്ലാഹു എന്തെങ്കിലും പറഞ്ഞാൽ അത് സത്യമാണ്, അത് സത്യമാണ്. കാരണം ഇതൊക്കെ കയറി മറിഞ്ഞ് ഇതൊക്കെ പുറത്ത് ചാടി ജനങ്ങൾ വരുന്ന റഹ്മാനായ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ഹത്താ ഇദാ ഫുതിഹത് യഅജൂജു വമഅജൂജു വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. അല്ലാഹു പറയുന്നുണ്ട്, ഇവർ പുറത്തേക്ക് വരുന്നൊരു സമയമുണ്ട്, ഇവർ തുറന്നു വിടപ്പെടുന്നു. ഇപ്പം ഈ സമൂഹം മറ്റൊരു രാജ്യത്ത് എവിടെയാണ് ഈ കെട്ട്? പല അഭിപ്രായങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ഈ ദുൽഖർനൈനിൻ്റെ കെട്ട്? അദ്ദേഹം നിർമ്മിച്ചു കൊടുത്ത ഈ മതിലേതാണ്? കുറേ ആളുകളൊക്കെ ധാരാളം പറയല് ചൈനീസ് വൻമതിലാണ്, ലോഹാത്ഭുതങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ചൈനീസ് വൻമതിലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരു ബന്ധമല്ല, ബാത്തിലാണ്. ചൈനീസ് വൻമതിലും ഇതും തമ്മിലൊന്നും ദുൽഖർനൈൻ കെട്ടിക്കൊടുത്ത ഈ വൻഭിത്തി തമ്മിൽ യാതൊരു ബന്ധമില്ല. പിന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പല ഖുർആൻ വ്യാഖ്യാതാക്കളും ചരിത്രകാരന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലർ അസർബൈജാൻ്റെയും അർമേനിയയുടെയും ഇടയ്ക്കുള്ളൊരു സ്ഥലമായിരുന്നു എന്നും, വേറെ ചിലരെ കാസ്പിയൻ കടലിനും അതുപോലെ തന്നെ കാക്കസ് പർവ്വതത്തിനും ഇടയിലുള്ള ഒരു പ്രദേശമായിരുന്നു ബാബുൽ അബുവാബ് എന്നറിയപ്പെടുന്ന ദർബന്ത് എന്ന് പറയുന്നൊരു മലയിടുക്കായിരുന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതേപോലെ തന്നെ മധ്യേഷ്യയിലെ ബുഖാറായിൽ നിന്ന് ഒരുപാട് ദൂരെ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് എന്നഭിപ്രായപ്പെടുന്ന ബാബുൽ ഹദീർ അവിടെ ഇരുമ്പുവാതിൽ എന്നറിയപ്പെടുന്ന ഒരു ഗേറ്റ് ഉണ്ട്, അതാണ് എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ട്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, മംഗോളിയൻ വർഗ്ഗക്കാരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി ഇവർ ഈ യഅജൂജും മഅജൂജുമൊക്കെ മംഗോളിയരും അതേപോലെ തന്നെ ആ വിധത്തിൽ മറ്റു രൂപത്തിലുള്ള പല വിധത്തിലുള്ള ദുൽമുകളും കാണിച്ചിരുന്ന മറ്റേതോ സമുദായങ്ങളും ഒക്കെ ആയിരുന്ന ആളുകളായിരിക്കാം എന്നൊക്കെ നിഗമനങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കളും ചരിത്രകാരന്മാരും ഒക്കെ എത്തിയ ഓരോരുത്തരും അവരുടെ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നാലാമത്തെ അഭിപ്രായം കൊക്കേഷ്യയുടെ ഉൾപ്രദേശങ്ങളിൽ കാണുന്ന ദാരിയൽ പാസ് എന്നറിയപ്പെടുന്ന ദാരിയൽ ചുരം, അതാണ് കൂടുതൽ സാധ്യത എന്നൊക്കെയാണ് മൗലാന അബുൽ കലാം ആസാദ് റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെയൊക്കെ വീക്ഷണങ്ങളൊക്കെ അദ്ദേഹം പ്രതിഫലിപ്പിച്ചിടത്ത് പറഞ്ഞിടത്തൊക്കെ ആ അഭിപ്രായത്തിൻ്റെ ഒക്കെ പല നിലക്കും അദ്ദേഹം മുൻതൂക്കം നൽകുന്നുണ്ട്.
അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ദുൽഖർനൈനിനെ കുറിച്ച് പറഞ്ഞ കാര്യം നമ്മുടെ മനസ്സിൽ വേണം. ഇത് എവിടെയാണ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? എന്തുകൊണ്ടാണ്? അള്ളാഹ് പറഞ്ഞു തന്നിട്ടില്ല. ഇത് തികച്ചും ഗൈബിയായൊരു കാര്യമാണ്, അള്ളാഹ് പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ പറഞ്ഞു തരേണ്ടത് അള്ളാഹുവിൻ്റെ വഹിയുള്ള ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുന്നും പറഞ്ഞു തന്നിട്ടില്ല. പറഞ്ഞു തന്നത് അല്ലാത്തതൊന്നും നമ്മുടെ മനസ്സിൽ നിന്നെടുത്ത് പറയാൻ, സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അതാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പറ്റൂല. പിന്നെ ഓരോരുത്തരും അവർക്ക് മനസ്സിലാകുന്ന പിന്നെ ഓരോ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രം, അതിൻ്റെ ഹിസ്റ്ററി പോലുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ചില നിഗമനങ്ങളിൽ എത്തുന്നതാണ്. ശരിയാവാം, തെറ്റാവാം എന്നേ പറയാൻ കഴിയൂ, അല്ലാഹു അഅലം. പക്ഷേ അത് നമുക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ അറിയേണ്ട കാര്യം ഉണ്ടെങ്കിൽ അത് അള്ളാഹ് എന്ത് ചെയ്തേക്കും? അറിയിച്ച് തന്നിട്ടുണ്ടാവും. പിന്നെ അറിയാത്തതിൻ്റെ പിന്നാലെ നമ്മൾ വല്ലാതെ എന്ത് ചെയ്യണ്ട, കൂടണ്ട. നമുക്കറിയേണ്ടത് എന്തേ ഉള്ളൂ, അങ്ങനെ ഒരു സംഭവം അല്ലാഹു തആല പറഞ്ഞത് ആ കെട്ട് പൊട്ടിച്ചിട്ട് ഒരു ജനം ഇനി വരാൻ പോകുന്നുണ്ട്, അത് അടിയുറച്ച് വിശ്വസിക്കണം. ആ വിഭാഗം യജൂജ് മഅജൂജാണ്. അതെന്താന്നുള്ളത് നമുക്ക് വിശേഷം പറയാനുണ്ട്. അപ്പം ഈ കെട്ട് എവിടെ എന്നുള്ള നിഗമനം ഇപ്പം ചില ആളുകൾക്ക് പറയാം, അങ്ങനെ ഒരു കെട്ട് ഞങ്ങളിവിടെ ലോകത്ത് എല്ലാം വെട്ടിപ്പിടിച്ച ആളുകളാണ്, ഞങ്ങളിവിടെ ഈ ആധുനിക യുഗത്തിൽ ഞങ്ങൾ കാണാത്ത ഒരു പ്രദേശങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ ഒരു കോണുമില്ല. അങ്ങനെ ഗൂഗിൾ എർത്തിലാണ് പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സമൂഹത്തെയോ ഒരു മലയോ ഞങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഖുർആൻ പറയുന്നത് നുണയാണ് എന്ന് പറയുന്ന അച്ഛന്മാരും പാതിരിമാരും പല ഖുർആൻ വിമർശകരും നിഷേധികളും ഒക്കെ ഉണ്ട്. അവരോട് ഒന്നേ നമുക്ക് പറയാനുള്ളൂ, നിങ്ങൾ കണ്ടത് എത്ര? ഇനി കാണാത്തതിൻ്റെ അളവെത്ര? നിങ്ങൾ കണ്ടതും കാണാത്തതും നോക്കുകയാണെങ്കിൽ കടലും കടലിൽ മുക്കിയ നിങ്ങളുടെ ഒരു വിരലും അതിൽ പറ്റിയ വെള്ളവും മാത്രമായിരിക്കും. സുബ്ഹാനല്ലാഹ്. ലോകം മുഴുവൻ കണ്ടു എന്ന് പറയുന്നവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചിലരൊക്കെ വലിയ നെകളിപ്പ് പറഞ്ഞിരുന്നല്ലോ, ഞങ്ങളുടെ രാജ്യത്തൊക്കെ എവിടുന്ന് ഏത് അതിഥി പ്രവേശിച്ചാൽ ഞങ്ങൾ കാണുന്നു. അവരിപ്പോൾ കണ്ടോ? കാണാൻ പറ്റിയോ? പലതും കാണാൻ പറ്റൂല. അപ്പൊ ഈ ലോകത്ത് ഈ ഭൂമി എന്ന് പറയുന്നത് ഇത് എവിടൊക്കെ പ്രദേശങ്ങൾ ഈ ഭൂമിയുടേതുണ്ട്, ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. മനുഷ്യ ദൃഷ്ടിയിൽ പെടാതെ, ഒരു ഉപകരണങ്ങളുടെയും ദൃഷ്ടിയിൽ പെടാതെ, ഒരു നിലക്കുള്ള റോക്കറ്റുകൾ വിക്ഷേപിച്ചാലും അവയുടെ ഒന്നും ക്യാമറ കണ്ണുകൾക്ക് പിടികൊടുക്കാതെ ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ ഇനിയും വിശാലവും വിസ്തൃതവുമായി മറഞ്ഞു കിടക്കുന്നു എന്നുള്ളത് അതിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമേ അറിയൂ. അവിടെ നെകളിപ്പ് വേണ്ട മനുഷ്യനെ. ഞങ്ങൾ ഗൂഗിൾ എർത്ത് കണ്ടുപിടിച്ചവരാണ്, ഞങ്ങൾ ഒരു ബട്ടണാണ് അമർത്തിയാൽ ഞങ്ങളുടെ വീട് വരെ ഞങ്ങൾ കാണുന്നുണ്ട്, ലോകം മുഴുവൻ കാണാൻ പറ്റും. രാവിലെ എവിടെ എങ്ങനെ ഒരു വലിയ മതിൽ, എവിടെ എങ്ങനെ ഒരു ജനത, അരിച്ച് പെറുക്കിയില്ലേ ഞങ്ങൾ, കണ്ടില്ല, ഞങ്ങൾ അവിടെ പോയി കണ്ടില്ല, ഇവിടെ പോയി കണ്ടില്ല എന്നൊക്കെ പറയുന്ന നിഷേധികളുണ്ട്. പമ്പര വിഡ്ഢികളാണവർ. അവരെത്രയാ അറിഞ്ഞത്? മനുഷ്യർ ഓരോന്നും അറിയാത്തത്. അങ്ങകലെ ഇന്തോനേഷ്യയിൽ നിന്ന് ഒരു കപ്പൽ, ഒരു ഫ്ലൈറ്റ് പറന്നിട്ട് എവിടേക്കാ അത് വീണത്, എവിടെയാ അത് പോയത്, എങ്ങനെയാ അത് മറിഞ്ഞ്, ഇപ്പോഴും ആർക്കും അറിയില്ല. അപ്പോൾ പറയുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയില്ല എന്നൊക്കെ, അതന്നെയാണെന്നും അല്ലാന്നും ഒക്കെ പറയേണ്ടി. എവിടേക്കായി പോയി? അഗാധമായ ഗർത്തങ്ങൾ, ആഴികൾ, പ്രദേശങ്ങൾ, മഞ്ഞുമൂടിക്കിടക്കുന്ന ഇടങ്ങൾ, മനുഷ്യന് തീരെ എത്തിപ്പെടാനാവാത്ത സങ്കേതങ്ങൾ, കേന്ദ്രങ്ങൾ ഒക്കെ ഉണ്ട് ഭൂമിയിലെ. എന്നിട്ട് അഹങ്കാരിയായ, ഒന്നിനും കൊള്ളാത്ത പടുവിഡ്ഢിയായ മനുഷ്യൻ അഹങ്കാരത്തിന്റെ ഗരിമയിൽ കയറിയിട്ട് പൊലമ്പേണ്, ഞങ്ങളെല്ലാം നോക്കി, എവിടെയും കണ്ടില്ല, ഖുർആൻ ഈ പറഞ്ഞ മതിൽ കണ്ടില്ല, ഈ ജനതയെ കണ്ടില്ല. ആ വക വർത്താനത്തിലൊന്നും കുടുങ്ങിപ്പോകണ്ട. ഇത് അള്ളാഹ് പറയുന്നത്. എൻ്റെ റബ്ബാണ് പറഞ്ഞാൽ അതവിടെ നടക്കും. ഇനി ഇത് തകർക്കുന്നൊരു സമയം വരുന്ന അറിയണേ. ഇപ്പം തകർന്നിട്ടില്ല, ഇനി അത് തകരുന്നൊരു സമയം വരുന്നുണ്ട്. അതെപ്പോഴാണ്? ഹദീസുകളിൽ വളരെ വ്യക്തവുമാണ്. തുറന്നു വിടപ്പെടും. യജൂജ് മൗജൂദ് ഇപ്പം ആ മലങ്ങൾക്ക് അപ്പുറത്ത് ഉണ്ട്. എന്നാ അങ്ങനെ ഒരു ജനത ഉണ്ടെങ്കിൽ കാണണ്ടേ എന്നാ അവർ ചോദിക്കണത്. ഞങ്ങളല്ല അഖ്മാറു സനാഴിയ, ഞങ്ങൾ വിക്ഷേപണമൊക്കെ നടത്തി എല്ലായിടത്തും പരിധിയിലേ കാണുന്നില്ലല്ലോ. ഇപ്പം കണ്ടതുള്ളൂ ലോകം, ഇവർ കണ്ടത് മാത്രമേ ലോകത്തുള്ളൂ. വരാൻ പോണ സംഗതിയാണ്. അതാണ് നമുക്കതിലുള്ള പാഠം. അത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. നമ്മൾ ഏതുപോലെ നമ്മുടെ ശരീരത്തിൽ തൊട്ടാൽ നമ്മൾ ഏതുപോലെ ഉണ്ട് നമുക്ക് ഉറപ്പാണ്. അതിനേക്കാണ് ഉറപ്പാണ് അള്ളാഹ് പറഞ്ഞ വചനങ്ങളോട് നമുക്ക്. അള്ളാഹു നമുക്കത് നിലനിർത്തി തരുമാറാകട്ടെ. നമുക്ക് നമ്മുടെ ജീവനേക്കാൾ നമുക്ക് ഉറപ്പാണ്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ, സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങളത് അനുസരിച്ചു. അതിന് ഇനി എന്ത് അധകൃതരുന്നോ അപരിഷ്കൃതരുന്നോ ലോകം തിരിയാത്ത പടുജാഹിൽ പറഞ്ഞാലും ഒന്നും നമുക്കതൊക്കെ കേൾക്കുന്നത് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ റബ്ബ് അലീമാണ്. നമ്മുടെ റബ്ബ് അലീമാണ്, ഖദീറാണ്, കഴിവുള്ളവനാണ്. അവന് അശക്തമാക്കുന്നതൊന്നും ആകാശഭൂമികളിൽ എവിടെയില്ല. ലാ യുഅ്ജിസുഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ആകാശഭൂമികളിൽ ഒന്നും പടച്ചോനെ ശക്തനാക്കുന്നവരൊന്നും ഇവിടെ ആരുമില്ല. അത് വെല്ലുവിളിക്കാനൊന്നും ഇവിടെ ആരും ആയിട്ടില്ല. എവിടുക്കാച്ചെങ്കിൽ രക്ഷപ്പെട്ടോളി എന്നുള്ള പറയുമല്ലോ.
യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർള് ഫൻഫുദു. രക്ഷപ്പെട്ടോ, ഓടിക്കടോ. എനിക്ക് ഗൂഗിൾ എർത്തൊക്കെ അല്ലേ, എവിടേക്കൊക്കെ പോയിട്ട് ഇതിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റണ വല്ല ഏരിയയിലേക്കൊക്കെ പോയിക്കോന്ന്. എന്തേ കണ്ടുപിടിക്കാനാ? ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളുടെ ഇരുവരുടെയും റബ്ബിന്റെ എന്തെന്ത് അനുഗ്രഹങ്ങളെയാണ് പിന്നീട് ഈ കളവാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയും ചോദിക്കുന്ന ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ശക്തിയില്ല, എല്ലാത്തിലും നിങ്ങൾ അശക്തരാവുകയാണ്, ഏതിലും നിങ്ങൾ പരാജയപ്പെടുകയാണ്. എന്നിട്ടും എന്തേ പിന്നെയും നിങ്ങൾ ഇതൊക്കെ കളവാക്കിയിട്ട് അഹങ്കാരികളായി ജീവിക്കുന്നത്? അതാ അല്ലാഹ് ആവർത്തിച്ച് അങ്ങനെ ചോദിച്ചത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആലാ എന്ന് പറഞ്ഞാൽ നിഅമത്തിന്റെ ജമ്മ്. എന്തെന്ത് അനുഗ്രഹങ്ങളെയാ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? തുകദ്ദിബാനുകളൊക്കെ കളവാക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, വളരെ ഏറെ പ്രസിദ്ധമായ നിലക്കുള്ള ദുൽഖർനൈനിൻ്റെ ഈ പടയോട്ടവും അദ്ദേഹം പടിഞ്ഞാറും കിഴക്കും പിന്നെ അതുപോലെ തന്നെ തെക്കും അതുപോലെ ഏതൊക്കെ ഏരിയകളിൽ അദ്ദേഹത്തിന് എത്തിപ്പെടാമോ അവിടെയൊക്കെ എത്തിപ്പെട്ടതും അദ്ദേഹം ചെയ്തു കൊടുത്ത സേവനങ്ങളും സംവിധാനങ്ങളും ഒക്കെയാണ് ഇതുവരെയായി നമ്മൾ പറഞ്ഞത്. അതിനിടക്ക് പരാമർശിക്കപ്പെട്ട ഈ യജൂജ് മഅജൂജ് ആരാണ്? അതും നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാൾ സംഭവിക്കുന്നതിൻ്റെ മുന്നോടിയായി പറഞ്ഞ 10 വലിയ അടയാളങ്ങളിൽ ഒരടയാളമാണെന്ത്? ഖുറൂജു യഅജൂജ് വമഅജൂജ്. യഅജൂജ് മഅജൂജ് സമുദായങ്ങൾ പുറത്തേക്ക് വരും, അത് വരും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതെപ്പോഴാണ്, ഏത് കാലത്താണ്, എന്തായിരിക്കും ആ ജനത, എന്തായിരുന്നു അവരുടെ പ്രത്യേകതകൾ എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് ആയത്തുകളുമായി ബന്ധപ്പെട്ട് ഇതിനോട് ബന്ധമായിക്കൊണ്ട് തന്നെ അടുത്ത വചനത്തിൻ്റെ ആ നിലക്ക് കൂടി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിനെ ശരിയാം വിധം ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും അതിലടങ്ങിയ ഗുണപാഠങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് റഹ്മാനായ റബ്ബിൻ്റെ കലാമിനോട് മഹബത്തും അതുപോലെ തന്നെ കൂറും പുലർത്തി ജീവിക്കുന്ന നല്ലവരിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്നവരും അല്ലാത്തവരുമായ ഏതൊക്കെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടോ, മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളുള്ളവരുണ്ടോ, നമുക്കെല്ലാവർക്കും അല്ലാഹു അവൻ്റെ ആഫിയത്ത് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ എല്ലാ അർത്ഥത്തിലും മോചിപ്പിക്കുമാറാകട്ടെ. റബ്ബിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സഹായങ്ങളും ബറക്കാത്തുകളും അവൻ നമ്മുടെ മേൽ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മറ്റു ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവൻ്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.